ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, പാർട്ട് എ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ കൺസിസ്റ്റിംഗ് ഓഫ് 3 പാർട്സ്, ദാറ്റ് ഈസ് പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി. Part A covering the module 1 and 2 and Part B covering the modules 3 and 4 and Part C covering the modules 5 and 6. Okay, അപ്പോൾ പാർട്ട് സിയിലുള്ള പാർട്ട് സി എന്ന് പറയുമ്പോഴത്തേക്കും 5ഉം 6ഉം, അപ്പോൾ അതിലുള്ള ഒരു പ്രോബ്ലം പോലും സ്കിപ്പ് ചെയ്യാതെ നല്ലപോലെ നോക്കുക. ഓക്കെ, ഇനി പാർട്ട് എയിലും പാർട്ട് ബിയിലും ഞാനിവിടെ ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 4 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പാർട്ട് എയും പാർട്ട് ബിയുമാണ്. That is September 2020, then December 2019, then May 2019, then April 2018 questions ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ പാർട്ട് എയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഇയർ വൈസ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പാർട്ട് ബി കവറിങ് 3 and 4 മോഡ്യൂൾസ് ആണ്. അപ്പോൾ അതിലും പാർട്ട് ബിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ്, ദാറ്റ് ഈസ് പാർട്ട് എയിൽ ഞാനൊരു 11 ക്വസ്റ്റ്യൻസും പാർട്ട് ബിയിൽ ഒരു 9 ക്വസ്റ്റ്യൻസും, ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ്. പാർട്ട് എ ആൻഡ് പാർട്ട് ബി 20 ക്വസ്റ്റ്യൻസ് മീൻസ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇത് മീൻസ് എൻ്റെ സിലബസ് തന്നെ കവർ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് മിനിമം പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ഓൾറെഡി 5ഉം 6ഉം മോഡ്യൂൾ ഫുൾ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ട് എയിലും പാർട്ട് ബിയിലും ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത് പറഞ്ഞല്ലോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത അതേ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ. ബട്ട് ഞാൻ പ്രോഗ്രാംസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പാർട്ട് എയിലും പാർട്ട് ബിയിലുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്രോഗ്രാംസ് ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓൺലി ദ തിയറി പോർഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും തിയറി ഈ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ്, പാർട്ട് എയിലുള്ള ക്വസ്റ്റ്യൻസും പാർട്ട് ബിയിലുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഓരോ ആൻസേഴ്സും കൂടി ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പം ഞാൻ പാർട്ട് എയിൽ എടുക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂളാണ്. അപ്പോൾ അതിൽ മെയ് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ പ്രീ പ്രോസസ്സസ് directive. Okay, pre-processor directive, that is asked in May 2019. Then manipulators in C++, then explain with suitable examples, that is asked in May 2019. Then implicit typecasting with example, that is asked in September 2020. Then is the switch statement more advantageous than nested if statement, nested if else statement, explain with reason, that is asked in September 2020. Then നോക്കിക്കേ, explain the use of switch statement in C++ with suitable example. അപ്പോൾ സ്വിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ എടുത്താലും സ്വിച്ച് എന്ന് പറഞ്ഞ് റിലേറ്റ് ചെയ്ത ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് വരുന്ന ഇതാണ് സ്വിച്ച് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതെല്ലാം ഞാൻ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാതെ പോവല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ 5th ക്വസ്റ്റ്യൻ നോക്കിക്കേ, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. സെയിം ക്വസ്റ്റ്യൻ as asked in September 2020 as well as in May 2019. സോ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മുടെ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അകത്താണ് വരുന്നത്. സോ ദാറ്റ്സ് ഓൾസോ അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂൾ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ദെൻ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ദെൻ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് വരുന്നത് ഫോർ, വൈൽ, ഡു വൈൽ. അതേപോലെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് വരുന്ന ഇഫ്
ദെൻ സ്വിച്ച്. ഓക്കെ, ദെൻ നമ്മുടെ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് വരുന്ന ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു, എക്സിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും ടോപ്പിക്സ് നല്ലപോലെ നോക്കുക, കാരണം അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ചോദിക്കും. സോ ഇവിടെ ഞാൻ എന്താ പറഞ്ഞ, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ. മീൻസ് 2 പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ആസ്ക്ഡ് ഇൻ September 2020 as well as in May 2019. Then 6th question is, what are the unary arithmetic operators in C++? Explain with examples. യൂണറി അർത്ഥമാറ്റിക് ഓപ്പറേറ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാനത് ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ അർത്ഥമാറ്റിക് ഓപ്പറേറ്റേഴ്സിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഇൻ C++, ആ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു എസ്സേ പഠിച്ചു കഴിഞ്ഞാൽ ഇത് റിലേറ്റഡ് ഓപ്പറേറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും വന്നാലും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, then 7th question നോക്കിക്കേ, explain and detail the 3 looping statements used in C++ with example for each. അപ്പം നമുക്കറിയാം 3 looping statements ഏതൊക്കെയാണ്? യെസ്, for, while, do while. ഇതാണ് 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പം അത് December 2019 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഓരോ ലൂപ്പിൻ്റെയും എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇൻ September 2020 കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് വൈൽ ആൻഡ് ഡു വൈൽ ലൂപ്പ്. അപ്പം നിങ്ങൾ ഇവിടെ 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് നിങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട് ആ ഡിഫറൻസ്. ഓക്കെ, 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിക്കുമ്പോൾ വൈലിൻ്റെയും ഡു വൈലിൻ്റെ ഡിഫറൻസും കൂടെ അവിടെ പഠിക്കുക. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആ എസ്സേ ഫുള്ളും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഈ ഡിഫറൻസും എഴുതാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾസോ അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് 8th question is, with examples illustrate any 2 string functions അല്ലെങ്കിൽ string handling functions. അത് 3 തവണ ചോദിച്ചിട്ടുണ്ട് പല രീതിയിൽ. അപ്പം September 2020 ചോദിച്ചത് illustrate any 2 string functions. May 2019 ചോദിച്ച് any 4 string handling functions. ഓക്കെ, അപ്പോൾ നിങ്ങൾ എസ്സേ അപ്പം സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് ഏതെങ്കിലും 4 സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് റിലേറ്റഡ്, അതായത് ഇവിടെ നോക്കിയേ April 2018 ചോദിച്ചത് give the purpose of the following functions with examples. This is another string handling function അകത്ത് വരുന്നതാണ്. സോ ഈ ഒരു എസ്സേ പഠിച്ചു കഴിഞ്ഞാൽ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ്സ് ഓൾസോ another question. 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, then 9th question is, explain the various conditional statements. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ദെൻ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ദെൻ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പം ഇത് എസ്സേ ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. ഈ 3 എസ്സേസും പഠിക്കാൻ നിങ്ങൾ പോകരുത്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ദെൻ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഓക്കെ, എക്സ്പ്ലെയിൻ ദി വേരിയസ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C++. അപ്പം ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ വേറൊരു പേരിലും ചോദിക്കാം. ഒന്ന് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പം എക്സ്പ്ലെയിൻ ദ വേരിയസ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ദ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ദ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ 3 പേരിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. വന്നാലും ദ സെയിം ആൻസർ തന്നെയാണ്. വാട്ട് ഈസ് ദാറ്റ്? ഇഫ്, ദെൻ ഇഫ് എൽസ്, ദെൻ സ്വിച്ച്. ഓക്കെ, സോ അങ്ങനെ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ ഏതൊക്കെയാണ് ഇഫ്, ദെൻ ഇഫ് എൽസ്, സിമ്പിൾ ഇഫ് ഉണ്ട്, ദെൻ ഇഫ് എൽസ്, ദെൻ സ്വിച്ച്. അപ്പം ഈ ഒരു എസ്സേ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇത്രയും എസ്സേസ് നിങ്ങൾ നോക്കാതെ പോകരുത്. ഏതൊക്കെയാണ്? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ദെൻ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, കണ്ടീഷണൽ
കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത്രയും എസ്സേസ് നോക്കിയിട്ടേ പോകാവുള്ളൂ, കാരണം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാകും. Okay, next is 10th question. 10th question is what are the different unformatted console IO functions? അത് നമുക്ക് കുറച്ച് ഉണ്ട്, ഗെറ്റും ഗെറ്റ് ക്യാർ, അപ്പം അങ്ങനെ പറഞ്ഞ കുറച്ച് അൺഫോർമാറ്റഡ് കൺസോൾ IO ഫങ്ഷൻസ് ഉണ്ട്, അതും ഒന്ന് നോക്കി വയ്ക്കുക. Then last one is differentiate between input stream and output stream. Then explain any two stream functions used for console IO operation. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇൻപുട്ടും ഔട്ട്പുട്ട് സ്ട്രീമും വരുന്ന ഏതാണ്? യെസ്, സി ഇനും സി ഔട്ടും. മീനും എനി ടു സ്ട്രീം ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ സി ഇനും സി ഔട്ടും തന്നെയാണ്. ഓക്കെ, അതെല്ലാം നമുക്ക് കുറച്ച് വേറെ സ്ട്രീം ഫങ്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് എടുത്ത ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാർട്ട് ബിയിലുള്ള നോക്കാം. പാർട്ട് ബിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പാർട്ട് ബി കവറിങ് ദ തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂൾ. ഓക്കെ, അപ്പോൾ പാർട്ട് ബിയിൽ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്സ് ഓഫ് ഫങ്ഷൻ ഇൻവോക്കിംഗ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം തേർഡ് മോഡ്യൂളിൽ ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് വരുന്നത്. ഓക്കെ, തേർഡ് മോഡ്യൂളിൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് വരുന്നത്. അതിൽ നിന്നും ഫങ്ഷൻ എന്താണെന്ന് ചോദിക്കാം. ഫങ്ഷൻ്റെ 3 പാർട്ടാണ് ഏതൊക്കെ? ഫങ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ്, ദെൻ ഫങ്ഷൻ ഡെഫിനിഷൻ, ദെൻ ഫങ്ഷൻ കോൾ. 3 പാർട്ടുണ്ട്. അപ്പോൾ ഈ 3 പാർട്ടും അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഫങ്ഷൻ ഡെഫിനിഷനും ഫങ്ഷൻ ഡിക്ലറേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഫങ്ഷൻ പ്രോട്ടോടൈപ്പും ഫങ്ഷൻ ഡിക്ലറേഷനും ഒന്ന് തന്നെയാണ്. സോ അതാണ് നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കാണാൻ പോകുന്നത്. എക്സ്പ്ലെയിൻ ദ റെലവൻസ് ഓഫ് ഫങ്ഷൻ ഡെഫിനിഷൻ ആൻഡ് ഡിക്ലറേഷൻ ഇൻ C++ മോഡുലർ പ്രോഗ്രാമിംഗ്. ദെൻ വാട്ട് ആർ ഫങ്ഷൻ പ്രോട്ടോടൈപ്സ്? മനസ്സിലാക്കുക, ഫങ്ഷൻ ഡിക്ലറേഷൻ ഇസ് സെയിം ആസ് ഫങ്ഷൻ പ്രോട്ടോടൈപ്പ്. അപ്പം അത് കണ്ടത് 2 വർഷം ചോദിച്ചിട്ടുണ്ട്, സെപ്റ്റംബർ 2020 ഏപ്രിൽ 2018. ഓക്കെ, ഇനി ഈ ഫങ്ഷനിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മെത്തേഡ്സ് ആണ്. ഫങ്ഷൻ ഇൻവോക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 2 മെത്തേഡ്സ് ആണ് കോൾ ബൈ വാല്യൂം, കോൾ ബൈ റെഫറൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഇങ്ങനെ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത ടോപ്പിക്സ് നോക്കിയിട്ടേ പോകാവുള്ളൂ. ഓക്കെ, അപ്പോൾ കോൾ ബൈ വാല്യൂം, കോൾ ബൈ റെഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാകും. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് റിക്കേർഷൻ. നോർമലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കി കാണാം, റിക്കേർഷൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണും. അപ്പോൾ ഡിസംബർ 2019 ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് റിക്കേർഷൻ, എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഫാക്ടോറിയൽ റിക്കേർഷൻ വെച്ചിട്ട് പല പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഫാക്ടോറിയൽ. ഓക്കെ, ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് റിക്കേർഷൻ. ഓക്കെ, അപ്പം എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് റിക്കേർഷൻ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ദെൻ സെപ്റ്റംബർ 2020 ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ റിക്കേഴ്സീവ് ഫങ്ഷൻ. റിക്കേർഷൻ ഏത് ഫംഗ്ഷനാണോ റിക്കേഴ്സീവായിട്ട് കോൾ ചെയ്യുന്നത് ദാറ്റ് ഫംഗ്ഷൻ ഇസ് നോൺ ആസ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഒരു റൈറ്റ് എ പ്രോഗ്രാം ടു കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് യൂസിങ് എ റിക്കേഴ്സീവ് ഫംഗ്ഷൻ. അപ്പോൾ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സും റിക്കേർഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതിയാൽ മതിയാകും, അല്ലെങ്കിൽ ഫാക്ടോറിയൽ ഒരു എക്സാമ്പിൾ പഠിച്ചു വെച്ചാലും മതിയാകും. ഓക്കെ, ഇവിടെ ഫാക്ടോറിയലിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കുകയാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് റിക്കേർഷൻ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാകും. പക്ഷെ ഒരു തവണ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് എ പ്രോഗ്രാം ടു കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം റിക്കേഴ്സീവ് ഫംഗ്ഷൻ വെച്ചിട്ട് എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഏതെങ്കിലും റിക്കേർഷൻ ചോദിച്ചാൽ അതിന് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഒന്നി ഫാക്ടോറിയലോ അല്ലെങ്കിൽ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സോ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫോർത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഫംഗ്ഷൻ ഓവർലോഡിംഗ് ഇൻ C++ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഫംഗ്ഷൻ ഓവർലോഡിംഗ് നമ്മുടെ ഫോർത്ത് മോഡ്യൂളിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ വരുന്നൊരു കൺസെപ്റ്റാണ് ഫംഗ്ഷൻ ഓവർലോഡിംഗ്. ഓക്കെ,
നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫയൽ 4th മൊഡ്യൂളിൽ ആക്ച്വലി 4th മൊഡ്യൂളിൽ വരുന്നത് സ്ട്രക്ചറിൻ്റെ ടോപ്പിക്കുണ്ട്, ദെൻ ഫയൽസിൻ്റെ ടോപ്പിക്കുണ്ട്, ദെൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ടോപ്പിക്കുണ്ട്. അതിൻ്റെ വരുന്ന ഫയൽസ് എന്നുള്ള ടോപ്പിക്കാണ് ഈ 3 വർഷം ചോദിച്ചിട്ടുണ്ട്. മീൻസ് ഫയൽസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും. അപ്പം ഞാനത് നോട്ടിൽ തന്നിട്ടുള്ളതുപോലെ ആ ഒരു മീൻസ് ഫയലിൻ്റെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ ഒരു പ്രോഗ്രാം വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നതും ഒരു ഫയലിൽ നിന്നുള്ള ഡേറ്റ റീഡ് ചെയ്യുന്നതും ആ റീഡ് ചെയ്ത ഡേറ്റ മോണിറ്ററിലോട്ട് ഔട്ട്പുട്ട് ചെയ്യുന്നതും, ഇനി മോണിറ്ററിൽ ഉള്ള ഡേറ്റേനെ എനിക്കിനി ഫയലോട്ട് റൈറ്റ് ചെയ്യുന്നതും, അതൊക്കെ ഒരു പ്രോഗ്രാം ഒറ്റൊരു പ്രോഗ്രാമിൻ്റെ അകത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാകും ഈ 3 ക്വസ്റ്റ്യനും. ഓക്കെ, അപ്പോൾ ഫയൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് എഴുതിയാൽ മതിയാകും. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫയൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്കത് ചെയ്താൽ ഞാൻ പറഞ്ഞ ആ ഒരു പ്രോഗ്രാം എഴുതി എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാകും. ഓക്കെ, ഫയൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്ട്രീംസ് എല്ലാം. സോ നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? ഇനി വരുന്ന ഞാൻ പറഞ്ഞു 4th മൊഡ്യൂളിൽ പിന്നീട് വരുന്ന ടോപ്പിക്കാണ്, ലാസ്റ്റ് ടോപ്പിക്കാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ അകത്ത് തിയറി എന്തായാലും ചോദിക്കത്തുള്ളൂ. ചോദിക്കാവുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്. ഓക്കെ, ഫീച്ചേഴ്സ് എന്താണ്? അപ്പോൾ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് അവിടെ പഠിക്കാനുണ്ട്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഡെഫിനിഷനുണ്ട്, ദെൻ അതിൻ്റെ ഫീച്ചേഴ്സും പഠിച്ചു വയ്ക്കുക. പിന്നെ ഇത് ചോദിക്കുക, ഇത് രണ്ടും കണ്ടോ, സെപ്റ്റംബർ 2020 ചോദിച്ചിട്ടുണ്ട്, ഡിസംബർ 2019 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് ചോദിക്കാവുന്നത് പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് തമ്മിലുള്ള ഡിഫറൻസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അകത്ത് മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ object oriented programming, that is procedural oriented programming and object oriented programming. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ബിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റോറേജ് ക്ലാസസ് യൂസ്ഡ് ഇൻ C++. അതും തിയറി ആയിട്ടേ ചോദിക്കാറുള്ളൂ. ഓക്കെ, അപ്പം കുറച്ച് സ്റ്റോറേജ് ക്ലാസസ് നമുക്ക് C++ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. That is asked in December 2019. The last question is write and explain general form of a structure, definition, declaration and initialization with proper examples. ഞാൻ പറഞ്ഞല്ലോ 4th മൊഡ്യൂൾ ആക്ച്വലി 3 സെഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുണ്ട്, ദെൻ സെക്കൻഡ് വൺ ഫയൽസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുണ്ട്, ആൻഡ് തേർഡ് വൺ ഇസ് ഓപ്സ്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ അകത്ത് സ്ട്രക്ചറിൽ നിന്നും ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിയറി എന്ന് പറയുമ്പോൾ 9th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തിയറിയാണ്. ഒരു സ്ട്രക്ചറിൻ്റെ പ്രോഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് സിൻടാക്സ് എന്താണ് എന്ന് നിങ്ങൾ ഈ 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിക്കും. അപ്പോൾ ആ ബേസിക് സിൻടാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രോഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് ആ ഒരു സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിൻടാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ 9th ക്വസ്റ്റ്യനിൽ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷനും ഇനിഷ്യലൈസേഷനും അതൊക്കെയാണ് അവിടെ പഠിക്കുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കും. സോ സ്ട്രക്ചറിൻ്റെ എന്ത് പ്രോഗ്രാം ചോദിച്ചാലും ആ ഒരു ബേസിക് സ്ട്രക്ചർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് തന്നെ May 2019 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പാർട്ട് എയിലും പാർട്ട് ബിയിലും ഈ ഇയേഴ്സിലൊക്കെ ചോദിച്ചത്. ഓക്കെ, that is to September 2020, then December 2019, then May 2019 and April 2018. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മിനിമം നിങ്ങൾ നോക്കിയിട്ട് പോകാൻ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പ്രൊവൈഡഡ് നിങ്ങൾ 4th പാർട്ട് സിയിലുള്ള 5th 6th മൊഡ്യൂളിലുള്ള ഒരു ടോപ്പിക്ക് പോലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.